friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളില്ലാത്ത തേങ്ങയില്ലാത്ത മോരുകറി. തേങ്ങയും കഷ്ണങ്ങളില്ലാതെ എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കാന്നല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കൂടെ അപ്പവും സൂര്യ ഉണ്ടാവാറില്ലേ? ഇപ്പോൾ നമ്മൾ മറ്റേ തട്ട് ദോശയൊക്കെ കഴിക്കാൻ പോയപ്പോൾ അപ്പവും സൂര്യ ഉണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. അപ്പൂൻ്റെ സൂര്യയുടെ അമ്മ ചെയ്യുന്ന റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിറ്റിയാണ് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. വേറെ ആൾക്കാർക്ക് അറിയാമായിരിക്കും, പക്ഷെ അറിയാത്ത ആളുകൾ കുറേ പേരുണ്ട്. ചിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കുന്ന ഒരു നമ്മുടെ തട്ടിക്കൂട്ട് മുട്ട ഫ്രൈ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട് കറിയാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ കുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പച്ചക്കറികൾ ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ജോലിക്ക് പോയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ സമയമില്ല, അയ്യോ ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ തൈര് എടുത്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ ആണെങ്കിൽ അവർക്കും ചോറിനൊരു കറി വേഗം തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കഷ്ണങ്ങളും തേങ്ങയും ചേർക്കാത്ത മോരുകറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ കഷ്ണങ്ങളില്ലാത്ത മോരുകറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്. തൈര് കട്ട ഉടച്ചെടുത്തതാണിത്, 1/2 ലിറ്റർ തൈര്. അതുപോലെ തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ വേണം, കടുക്, അതുപോലെ തന്നെ ജീരകം, പിന്നെ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര. ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവുമാണ്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈര് നല്ല ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ വെള്ളം ആവശ്യമില്ല, തിക്കായിട്ടുള്ള തൈരാണെങ്കിൽ മാത്രം വെള്ളം എടുക്കുക. അതുപോലെ തന്നെ തൈരിൻ്റെ കട്ട ഉടച്ചെടുക്കുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കാതിരിക്കുക. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് ലൂസായിട്ട് വെള്ളം പോലെ ആയിപ്പോവും. ചെറിയൊരു തിക്നെസ് വേണം ഈ മോരുകറിക്ക്. അതുകൊണ്ട് മിക്സിയിൽ അടിച്ചെടുക്കാതെ നമ്മൾ ഒന്നുകിൽ നമ്മളിപ്പോൾ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ തൈര് കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു 4 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകിന്റെ എരിവേ ഉള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ കഷ്ണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം പച്ചമുളക് ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. 4 അല്ലി വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മോരുകറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ 2 സ്റ്റേജ് ആയിട്ടാണ് ഈ കറി റെഡിയാക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വറവിടുന്നത് ലാസ്റ്റാണ് ചെയ്യുന്നത്. വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ വറവ് റെഡിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റേജ് അല്ല. ആദ്യം വീട്ടിൽ ചോറിന് കറി ഉണ്ടാക്കുമ്പോൾ വറവ് റെഡിയാക്കുക, ഒരു ചട്ടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതിപ്പോൾ 2 സ്റ്റേജായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ നാടൻ കറികളൊക്കെ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങളൊന്ന് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ വല്ലാതെ മാറിപ്പോണ്ട, ചെറുതായിട്ടൊന്ന് സോട്ടായി വരിക, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് കറിവേപ്പില നമ്മൾ വറവ് റെഡിയാക്കുമ്പോൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലേ ചേർക്കുന്നുള്ളൂ. ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഇതിൽ കട്ട് ചെയ്ത് തന്നെ ചേർക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ സോട്ടായി തുടങ്ങുന്നുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ പൊടികൾ സോട്ട് ചെയ്യുമ്പോൾ ബാക്കി ഇത് കുക്ക് ആയിക്കോളും. അതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയുടെ ആ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി നമ്മൾ വറവ് റെഡിയാക്കുമ്പോൾ ചേർക്കുന്നുണ്ട്.
മുളക് പൊടിയുടെ ഈ റോ സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുക. തൈരിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഡയറക്റ്റ് തൈര് ഇതിലേക്ക് ഒഴിക്കാതെ ഇരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തൈര് വേഗം തന്നെ തിളയ്ക്കും, തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഡയറക്റ്റ് തൈര് ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക എല്ലാ കറികളിലും. അതിനുശേഷം മാത്രം നമ്മൾ ഉപ്പ് കൂടുതൽ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കുക. തൈര് ചേർക്കുമ്പോൾ മുതൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. തൈര് കുറച്ച് തിക്കാണ്, ഞാനപ്പോൾ കുറച്ചുകൂടി വെള്ളം തൈരിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് ലൂസായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ തൈരൊന്ന് കുറുകി വരും, അത് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അറിയാൻ പറ്റില്ല തൈര് ചൂടായി കഴിയുമ്പോൾ കുറുകി വരും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം നമുക്ക്. ഇത് കുറുകി വരുമ്പോൾ അങ്ങ് തിക്കായി പോവാതിരിക്കാനാണ് കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇത്ര മതി. ഇനിയിപ്പോൾ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഈ തൈര് കുക്കാവുന്നത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തൈര് നന്നായി ചൂടായി നന്നായിട്ട് ആവി പൊങ്ങി വരണം. അപ്പോഴേ തൈര് കുക്കാവുള്ളൂ. ആ ഒരു സമയം വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇളക്കാതെ ഇരുന്നുണ്ടെങ്കിൽ തൈര് തിളയ്ക്കും. ആ ബബിൾസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലും ഈസി ആയിട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വറവ് റെഡിയാക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക, അതുപോലെ തന്നെ കറിവേപ്പില ചേർക്കുക. പിന്നെ അത് കുക്കായി വരുമ്പോൾ നമ്മുടെ പൊടികൾ ചേർക്കുക, തൈര് ഒഴിക്കുക, വെള്ളം ചേർക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി വേഗം തന്നെ റെഡിയാകും. ഞാനിപ്പോൾ ഇങ്ങനെ ഫോട്ടോയിൽ നിന്ന് എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. 2 സ്റ്റേജായിട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പമുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ഇളയിച്ചിന് ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വരുമ്പോൾ ചിറ്റ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ കറി. അങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഈസിയാണ്. ഇന്നിപ്പോൾ തേങ്ങയില്ല, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല നമുക്ക് കറി ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് തൈര് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു നോൺ വെജ് ഇപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്, വേഗം തന്നെ ഒരു കറി എന്തെങ്കിലും ഒരു ഗ്രേവിയുള്ള കറി മാത്രം മതി എന്നുണ്ടെങ്കിൽ എളുപ്പം റെഡിയാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തൈരിൻ്റെ പുളി അനുസരിച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കറക്റ്റാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. തൈരിൻ്റെ പുളി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം കുറച്ച് പഞ്ചസാര. 2 പിഞ്ച് ഷുഗറേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അധികം പുളി ഇല്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് 2 പിഞ്ച് ഷുഗർ. പുളി കൂടുതലാണെങ്കിൽ ഷുഗർ അതനുസരിച്ച് കൂടുതൽ യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ ശർക്കര ചേർക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര നമ്മുടെ മോരുകറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ കളറിനൊരു ചേഞ്ച് വരും. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര എണ്ണ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഇരുന്നിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മൾ വേറെ ജോലികൾക്കൊന്നും പോവാതെ കറി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇതിൽ നമ്മൾ ഉലുവയും ചേർക്കുന്നുണ്ട്, ഉലുവ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉലുവ പൊടി ഒഴിവാക്കാം. ഉലുവ ചേർത്താലേ നമ്മുടെ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ മോര് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1 പിഞ്ചേ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നുള്ളൂ, അതിപ്പോൾ ചേർക്കില്ല. തൈര് നന്നായി കുക്കായതിന് ശേഷം മാത്രമേ ഉലുവപ്പൊടി ചേർക്കുള്ളൂ. ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ, അല്ലാതെ നമ്മൾ എണ്ണയിൽ സോട്ട് ചെയ്തിട്ട് പൊടിച്ചെടുത്ത ഉലുവ അല്ല ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ തൈര് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ വേഗം തന്നെ പിരിയും. അപ്പോൾ തൈരിൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ മിക്കതും നമ്മൾ കുക്ക് ചെയ്യാറില്ല. ഇതുപോലെയുള്ള ചില റെസിപ്പീസിൽ മാത്രമേ തൈര് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. അപ്പോൾ നമ്മൾ ചേർത്ത 4 പച്ചമുളക് കറക്റ്റായിട്ട് എരിവുണ്ട് ഈ തൈരിന്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു കളറും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അളവ് ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഭംഗിയുള്ള ആ ഒരു കളറായി വന്നോളൂ. നമ്മളിപ്പോൾ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ആവിയൊക്കെ പൊങ്ങി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ തൈര് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ തൈരിന് ബബിൾസ് വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തൈര് എങ്ങനെ കുക്ക് ചെയ്യാന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. ഇതുപോലെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആവി പൊങ്ങി വരും. ആവി വരുന്നത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവി പൊങ്ങി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ
മോര് കറിയുടെ പരിപാടി. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും അതൊന്ന് ചൂടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഒരു പിഞ്ച് ഉലുവ പൊടിച്ചത് ചേർക്കാം. ഇനി നമുക്ക് വറവ് റെഡിയാക്കാം. ഈ ചട്ടി ഒന്ന് നീക്കി വെക്കട്ടെ. ഇപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഉലുവ ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടി വരാനേ കൂടുതൽ ടൈം എടുക്കുള്ളൂ. ഉലുവ വേഗം തന്നെ പൊട്ടി തുടങ്ങും. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 6-7 ഉലുവ ചേർക്കാം. അധികം ഉലുവ ചേർക്കേണ്ട, നമ്മൾ ഉലുവ പൊടി ചേർത്തതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് നല്ല ജീരകം, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി. ഈ ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി നമ്മുടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. എല്ലാവർക്കും കറി കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മണമൊക്കെ വരും കേട്ടോ ആ സമയമാകുമ്പോൾ. അപ്പോൾ ഈ കറികളിൽ, ചില കറികളിലൊന്നും ഞാൻ എടുത്തു പറയാറുണ്ട് ഉള്ളി ചേർക്കണം എന്നുള്ളത്. ഈ മോര് കറികളിലും പുളിശ്ശേരിയിലും ഒക്കെ നമ്മൾ ഉള്ളി ചേർത്ത് തന്നെ ചെയ്യുക. എങ്കിൽ ആ ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ നമ്മുടെ കറിയിലേക്ക് മിക്സ് ആയി വരുമ്പോൾ കറിയുടെ ടേസ്റ്റ് കൂടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാടൻ റെസിപ്പീസിലെല്ലാം നമ്മൾ ഇതുപോലെ ഉള്ളി ചേർക്കാറുണ്ട്. ഈ ഒരു സ്റ്റേജാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പറഞ്ഞത്, നമ്മൾ വീട്ടിൽ കറി റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമ്മൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വറ്റൽമുളകിൻ്റെ കളർ ചേഞ്ച് ആയി പോകരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും ചേർത്തു. കറിവേപ്പില ഒന്ന് പൊട്ടി വരണം, അത്രയേ ഉള്ളൂ. ഒന്ന് കുക്കായി തുടങ്ങുക. വല്ലാതെ അങ്ങ് കുക്കായി പോകണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പില ആദ്യമേ നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് നമുക്ക് വറവ് ചേർക്കാം. സാധാരണ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഒരു മോര് കറിയിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉള്ളി ചേർക്കട്ടോ. ആ ഉള്ളിയുടെ ടേസ്റ്റ് ഒക്കെ ഉള്ളൂ. നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കഷ്ണങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും ഒക്കെയാണ്. അപ്പോൾ ഉള്ളി വെളിച്ചെണ്ണയിലെ മൊരിഞ്ഞ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ കഷ്ണങ്ങളില്ല എന്നുള്ള ഒരു പോരായ്മയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ചൂടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ ഇത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയാറില്ലേ, ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ യൂസ് ചെയ്യുക. അപ്പോഴേ പുളിശ്ശേരിക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ കഷ്ണങ്ങളിലേക്കൊക്കെ ആ തൈരിൻ്റെ പുളിയൊക്കെ പിടിച്ചു വരുള്ളൂ. ഇത് അങ്ങനെയൊന്നുമില്ല, ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.